Dear students, welcome to another online class. This is our 9th class. In the last class, we discussed about goods purchases, sales, purchase return and sales return. Now today we are going to discuss 4 important terms. They are debtors, creditors, stock and discount. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പദങ്ങളായ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക്, ഡിസ്കൗണ്ട് എന്നിവയെ കുറിച്ചാണ്. ഫസ്റ്റ് we are going to discuss an important term, debtors. Debtors are persons who owes money to business for buying goods and services on credit. Debtors are persons who owes money to business for buying goods and services on credit. Debtors എന്നതിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് കടം കൊണ്ടവർ എന്നാണ്. കടം കൊണ്ടവർ ഡെപ്റ്റേഴ്സ്. സാധനങ്ങളും സേവനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കടത്തിന് വാങ്ങിയതുകൊണ്ട് അവരോട് കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഡെപ്റ്റേഴ്സ്. സാധനങ്ങളും സേവനങ്ങളും കടത്തിന് വാങ്ങുന്നതിനാൽ ബിസിനസ് സ്ഥാപനത്തിനോട് കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് മേ ബി പേഴ്സൺസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആളുകളാവാം അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവാം. കടമായി സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ് ഡെപ്റ്റേഴ്സ്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കടമായി സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ് ഡെപ്റ്റേഴ്സ്. കടമായി സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായും അവർ നമ്മൾക്ക് പണം തരാനുണ്ട്. കടത്തിന് സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുന്നതിനാൽ വ്യാപാര സ്ഥാപനത്തിന് പണം തരാനുള്ള ആളുകളാണ് ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺസ് ഹൂ ഓസ് മണി ടു ബിസിനസ് ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. കടത്തിന് സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുന്നതിന് ബിസിനസ്സിന് പണം കടം വീട്ടാനുള്ള അല്ലെങ്കിൽ ബിസിനസ്സിന് പണം തരാനുള്ള അല്ലെങ്കിൽ ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഡെപ്റ്റേഴ്സ്. For example, sold goods to Vijayan on credit for rupees 40,000. Here Vijayan owes rupees 40,000 to business. So he is a debtor. നമ്മുടെ വ്യാപാര സ്ഥാപനം വിജയന് കടത്തിന് 40,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു. നമ്മുടെ വ്യാപാര സ്ഥാപനം 40,000 രൂപ കടത്തിന് വിജയന് സാധനങ്ങൾ വിറ്റു. അങ്ങനെയാണെങ്കിൽ വിജയൻ നമ്മളോട് 40,000 രൂപ കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് വിജയൻ 40,000 രൂപ തരാനുണ്ട്. അങ്ങനെ വ്യാപാര സ്ഥാപനത്തിന് പണം തരാനുള്ള വിജയൻ നമ്മളെ സംബന്ധിച്ച് ആരാണ്? ഡെപ്റ്ററാണ്. അതായത് ബിസിനസ് സ്ഥാപനത്തിന് പണം തരാനുള്ള ആളുകളാണ് ഡെപ്റ്റർ. എപ്പോഴാണ് നമ്മൾക്ക് പണം തരാനുണ്ടാവുക? നമ്മളിൽ നിന്ന് സാധനങ്ങൾ കടത്തിന് വാങ്ങുമ്പോഴാണ് നമ്മൾക്ക് പണം തരാനുള്ളത്. ഓക്കെ, അങ്ങനെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കടമായി സാധനങ്ങൾ വാങ്ങുന്നത് വഴി വ്യാപാര സ്ഥാപനത്തിന് പണം തരാനുള്ള ആളുകളെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡെപ്റ്റേഴ്സ് ഒന്നുകിൽ ആളുകളാവാം അല്ലെങ്കിലോ സ്ഥാപനങ്ങളാവാം. സ്ഥാപനങ്ങളുടെ പേരിലായിരിക്കും ചിലപ്പോൾ സാധനങ്ങൾ കടമായി വാങ്ങുക. ഡെപ്റ്റേഴ്സ് ഒന്നുകിൽ ആളുകളാവാം അല്ലെങ്കിൽ ആരാവാം? സ്ഥാപനങ്ങളോ ആവാം. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല, ധാരാളം ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഡെപ്റ്റേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള മൊത്തം തുകയാണ് ധനകാര്യ പത്രിക തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് അടുത്തൊരു പോയിന്റ്, ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ്, സൺട്രി ഡെപ്റ്റേഴ്സ്. Sundry means total.
It is also called accounts receivable. What is sundry debtors? It is the total amount due from debtors. It is the total amount due from debtors. ഡെപ്റ്റേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള മൊത്തം തുകയാണ് sundry debtors or accounts receivable. What is sundry debtors? It is the total amount due from debtors. ഡെപ്റ്റേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള മൊത്തം തുകയാണ് sundry debtors. ആരാണ് ഡെപ്റ്റർ? വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കടമായി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ആളുകളാണ് ഡെപ്റ്റേഴ്സ്. അവരാണ് നമ്മൾക്ക് പണം തരാനുള്ളത്. വ്യാപാര സ്ഥാപനത്തിന് പണം തരാനുള്ള ആളുകളെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ 10 ആളുകൾ കടം വാങ്ങി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ 10 ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ എല്ലാ ഡെപ്റ്റേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള തുകയ്ക്ക് പറയുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റർ ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസെറ്റ്. സൺട്രി ഡെപ്റ്ററെ ഒരു അസറ്റായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് പണം തരാനുള്ള ആളെ ഒരു അസറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എവിടെയാണ് കാണിക്കുന്നത്? ഇതിനെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇതൊക്കെ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യാനുള്ളതാണ്. 2 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് ഡെപ്റ്റേഴ്സ്? ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺസ് ഹൂ ഓസ് മണി ടു ബിസിനസ് ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. കടമായി സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുന്നതിന് ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഡെപ്റ്റേഴ്സ്. അല്ലെങ്കിൽ കടത്തിന് സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുന്നത് കൊണ്ട് ബിസിനസ് സ്ഥാപനത്തിന് പണം കടം വീട്ടാനുള്ള ആളുകളാണ് ഡെപ്റ്റേഴ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് സൺട്രി ഡെപ്റ്റേഴ്സ്? സൺട്രി ഡെപ്റ്റർ ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫ്രം ഡെപ്റ്റേഴ്സ്. എല്ലാ ഡെപ്റ്റേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള മൊത്തം തുകയാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. എവിടെയാണ് സൺട്രി ഡെപ്റ്റേഴ്സ് രേഖപ്പെടുത്തുക? ഇറ്റ് ഈസ് സെൻറ്റേർഡ് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ഇവ രേഖപ്പെടുത്തുന്നത്. ഡെപ്റ്റർ. Next, we are going to discuss an important term, creditor. We can give different answers to creditor. First one, creditors are persons or other entities who have to be paid by an enterprise an amount for providing the enterprise goods and services on creditor. Creditors are persons or other entities who have to be paid by an enterprise an amount for providing the enterprise goods and services on creditor. സാധനങ്ങളും സേവനങ്ങളും കടത്തിന് നൽകുന്നതിന് ഒരു വ്യാപാര സ്ഥാപനം പണം നൽകേണ്ട വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ആണ് ക്രെഡിറ്റേഴ്സ്. സാധനങ്ങളും സേവനങ്ങളും കടത്തിന് നൽകുന്നതിന് ഒരു വ്യാപാര സ്ഥാപനം പണം നൽകാനുള്ള വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. Creditors are persons or other entities who have to be paid by an enterprise an amount for providing the enterprise goods and services on credit. Creditors are persons or other entities who have to be paid by an enterprise an amount for providing the enterprise goods and services on credit. സാധനങ്ങളും സേവനങ്ങളും കടത്തിന് നൽകുന്നതിന് ഒരു വ്യാപാര സ്ഥാപനം പണം നൽകേണ്ട വ്യക്തികളും അതുപോലെ സ്ഥാപനങ്ങളുമാണ് ക്രെഡിറ്റേഴ്സ്. അടുത്ത ആൻസർ, ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ടു ഹൂം ബിസിനസ് ഓസ് മണി. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ടു ഹൂം ബിസിനസ് ഓസ് മണി. വ്യാപാര സ്ഥാപനം പണം കടം വീട്ടാനുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. വ്യാപാര സ്ഥാപനം പണം കടം വീട്ടാനുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. നെക്സ്റ്റ്, ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് മണി ഫ്രം ബിസിനസ്. ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് മണി ഫ്രം ബിസിനസ്. വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണം ലഭിക്കാൻ അവകാശമുള്ള വ്യക്തിയാണ് ക്രെഡിറ്റർ. വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണം ലഭിക്കാൻ അവകാശമുള്ള വ്യക്തിയാണ് ക്രെഡിറ്റർ.
ഈ 3 ആൻസറിൽ നിന്നും നമുക്ക് പറയാവുന്നത് വ്യാപാര സ്ഥാപനം സാധനങ്ങളോ സേവനങ്ങളോ കടത്തിന് വാങ്ങിയതിനാൽ ആർക്കാണോ പണം നൽകേണ്ടത് അങ്ങനെ പണം നൽകാനുള്ള വ്യക്തികളെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ്. For example, purchased goods from Meera Traders on credit rupees 3,000. Here, business owes rupees 3,000 to Meera Traders. So, Meera Trader is a creditor to business. നമ്മൾ മീര ട്രേഡേഴ്സിൽ നിന്നും കടത്തിന് 3000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. ഓക്കെ, ഇവിടെ വ്യാപാര സ്ഥാപനം, അതായത് നമ്മളെന്ന് പറയുന്നത് വ്യാപാര സ്ഥാപനം മീര ട്രേഡേഴ്സിന് 3000 രൂപ നൽകാനുണ്ട്, അവരോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മീര ട്രേഡേഴ്സ് വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ച് ക്രെഡിറ്ററാണ്. ആരാണ് ക്രെഡിറ്റർ? നമ്മൾ ആർക്കാണോ പണം നൽകാനുള്ളത് അവരെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് ക്രെഡിറ്റർ? നമ്മൾ ആർക്കാണോ പണം നൽകാനുള്ളത് അവരെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ക്രെഡിറ്റർ. ആരാണ് ക്രെഡിറ്റർ? സാധനങ്ങളും സേവനങ്ങളും കടത്തിന് നൽകിയതിന് ഒരു വ്യാപാര സ്ഥാപനം പണം നൽകേണ്ട വ്യക്തികളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമാണ് ക്രെഡിറ്റേഴ്സ്. ആദ്യ ആൻസർ ഇതാണ്. നെക്സ്റ്റ്, വ്യാപാര സ്ഥാപനം പണം നൽകാനുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. വ്യാപാര സ്ഥാപനം പണം നൽകാനുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. മറ്റൊരു ആൻസർ, ബിസിനസ്സിൽ നിന്നും പണം ലഭിക്കാൻ അവകാശമുള്ള വ്യക്തിയാണ് ക്രെഡിറ്റർ. ബിസിനസ്സിൽ നിന്നും പണം ലഭിക്കാൻ അവകാശമുള്ള വ്യക്തിയാണ് ക്രെഡിറ്റർ. ഓക്കെ, ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഒരു ക്രെഡിറ്റർ മാത്രമല്ല ഉണ്ടാവുക, ധാരാളം ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. സാധാരണമായി നമ്മൾ ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ മൊത്തം തുക കണ്ടെത്തി അത് ധനകാര്യ പത്രികയിലെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യാറ്. അങ്ങനെ ക്രെഡിറ്റേഴ്സിന് നൽകാനുള്ള മൊത്തം തുകയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് നൽകാനുള്ള മൊത്തം തുകയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റർ ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് നൽകാനുള്ള മൊത്തം തുകയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. It is a liability, so it is centered on the liability side of balance sheet. ഇത് വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ച് ബാധ്യതയാണ്, അതുകൊണ്ട് ഇതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യാറ്. ഓക്കെ, എന്താണ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ? സാധനങ്ങളും സേവനങ്ങളും കടത്തിന് നൽകിയതിന് ഒരു വ്യാപാര സ്ഥാപനം പണം കൊടുക്കാനുള്ള നൽകാനുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയുമാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനം പണം നൽകാനുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണം ലഭിക്കാൻ അവകാശമുള്ള വ്യക്തിയാണ് ക്രെഡിറ്റർ. ഓക്കെ, ക്രെഡിറ്റേഴ്സിന് നൽകാനുള്ള മൊത്തം തുകയെയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ധനകാര്യ പത്രികയിലെ ബാലൻസ് ഷീറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ലയബിലിറ്റി സൈഡിൽ, അതായത് ബാധ്യതാ സൈഡിലാണ് ഇവ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്റ്റോക്ക്. സ്റ്റോക്ക്, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഇൻവെൻട്രി. സ്റ്റോക്ക് ഈസ് ആൾസോ കാൾഡ് ഇൻവെൻട്രി. സ്റ്റോക്കിനെ ഇൻവെൻട്രി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. വാട്ട് ഈസ് സ്റ്റോക്ക്? ഗുഡ്സ് സ്റ്റോർഡ് ബൈ ബിസിനസ് കൺസേൺ ഫോർ ദി പർപ്പസ് ഓഫ് സെയിൽ ഓർ പ്രൊഡക്ഷൻ ഈസ് കാൾഡ് സ്റ്റോക്ക്. ഗുഡ്സ് സ്റ്റോർഡ് ബൈ ബിസിനസ് കൺസേൺ ഫോർ ദി പർപ്പസ് ഓഫ് സെയിൽ ഓർ പ്രൊഡക്ഷൻ. വിൽപ്പന അല്ലെങ്കിൽ ഉൽപാദനമുദ്ദേശത്തോടുകൂടി വ്യാപാര സ്ഥാപനം സംഭരിച്ച സാധനങ്ങളെയാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി എന്ന് പറയുന്നത്. വിൽപ്പന അല്ലെങ്കിൽ ഉൽപാദനമുദ്ദേശത്തോടുകൂടി വ്യാപാര സ്ഥാപനം
സംഭരിച്ച സാധനങ്ങളെയാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. വിൽപ്പന അല്ലെങ്കിൽ ഉൽപാദനം ഉദ്ദേശത്തോടുകൂടി വ്യാപാര സ്ഥാപനം സംഭരിച്ചു വെച്ച സാധനങ്ങളെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ കൈവശം ബാക്കിയുള്ള സാധനങ്ങളാണ് സ്റ്റോക്ക്. ഇതിനെ കൈവശ നീക്കിയിരിപ്പ് ചരക്ക് എന്നുകൂടി വിളിക്കുന്നു. സ്റ്റോക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. സ്റ്റോക്കിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. Stock can be classified into two, or there are two types of stock. First one opening stock and the next closing stock. What is opening stock? Stock at the beginning of an accounting year is called opening stock. Stock at the beginning of an accounting year is called ഓപ്പണിംഗ് സ്റ്റോക്ക്. ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൻ്റെ ആരംഭത്തിലുള്ള തുടക്കത്തിലുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതേസമയം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് ഇയർ. അക്കൗണ്ടിംഗ് വർഷത്തിൻ്റെ അവസാനത്തിലുള്ള സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ലാഭനഷ്ടങ്ങൾ കണക്കാക്കാൻ വേണ്ടി നിശ്ചയിച്ച 12 മാസ കാലയളവിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് ഇയർ എന്ന് പറയുന്നത്. ആ അക്കൗണ്ടിംഗ് ഇയറിൻ്റെ ആരംഭത്തിലുള്ള അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള 12 മാസ കാലയളവാണ് ഒരു അക്കൗണ്ടിംഗ് ഇയർ കണക്കാക്കുന്നത് എങ്കിൽ ജനുവരി 1-ാം തീയതി നമ്മുടെ കൈവശമുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഡിസംബർ 31-നുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തീരുമാനിക്കാം. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെ നമ്മൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ആ ദിവസത്തിൻ്റെ അവസാനത്തിലുള്ള സ്റ്റോക്കിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്കുകളെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ജനുവരി മാസമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ജനുവരി മാസത്തിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും ജനുവരി മാസത്തിൻ്റെ അവസാനത്തിലുള്ള സ്റ്റോക്കിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും പറയാം. In a manufacturing company, closing stock includes raw material, semi-finished goods and finished goods. ഒരു മാനുഫാക്ചറിംഗ് കൺസേണിൻ്റെ കേസിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉൾപ്പെടുന്നത് അസംസ്കൃത വസ്തുക്കൾ, ഭാഗികമായി പൂർത്തീകരിച്ച ഉൽപ്പന്നങ്ങൾ, പൂർത്തീകരിച്ച ഉൽപ്പന്നങ്ങൾ എന്നിവയാണ്. The closing stock of a particular year becomes the opening stock for the next year. ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആകുന്നു. ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആകുന്നു. വിൽപ്പന അല്ലെങ്കിൽ ഉൽപാദനം ഉദ്ദേശത്തോടുകൂടി ഒരു വ്യാപാര സ്ഥാപനം സംഭരിച്ചു വെച്ച സാധനങ്ങളെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്കിനെ നമ്മൾക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൻ്റെ ആരംഭത്തിലുള്ള അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതേസമയം ഒരു അക്കൗണ്ടിംഗ് ഇയറിൻ്റെ അവസാനത്തിലുള്ള സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എ പർട്ടിക്കുലർ ഇയർ ബിക്കംസ് ദി ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോർ ദ നെക്സ്റ്റ് ഇയർ. ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട്, കിഴിവ്. ഡിസ്കൗണ്ട് ഈസ് എ ഡിഡക്ഷൻ ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇറ്റ് ഈസ് എ ഡിഡക്ഷൻ ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിൽപ്പന നടത്തുന്ന സാധനങ്ങളുടെ വിലയിൽ അനുവദിക്കുന്ന കുറവാണ് കിഴിവ് അഥവാ ഡിസ്കൗണ്ട്. വിൽപ്പന നടത്തുന്ന സാധനങ്ങളുടെ വിലയിൽ അനുവദിക്കുന്ന കുറവാണ് കിഴിവ് അഥവാ ഡിസ്കൗണ്ട്. ഇത് രണ്ട് വിധത്തിൽ അനുവദിക്കാം. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഫസ്റ്റ് വൺ ട്രേഡ് ഡിസ്കൗണ്ട്, നെക്സ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് വിൽപ്പന സമയത്ത് ഉൽപ്പന്ന വിലയുടെ ഒരു നിശ്ചിത ശതമാനം കുറച്ചു കൊടുക്കുന്ന രീതിയാണ് ട്രേഡ് ഡിസ്കൗണ്ട്. വിൽപ്പന സമയത്ത്, സാധനങ്ങളുടെ വിൽപ്പന സമയത്ത്
ഉൽപ്പന്നങ്ങളുടെ വിലയുടെ ഒരു നിശ്ചിത ശതമാനം കുറച്ചു കൊടുക്കുന്ന രീതിയാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇത് സാധാരണമായി ഉൽപാദകൻ മൊത്ത വ്യാപാരിക്കും മൊത്ത വ്യാപാരി ചെറുകിട വ്യാപാരിക്കുമാണ് അനുവദിക്കുന്നത്. ഇത് സാധാരണമായി ഉൽപാദകൻ മൊത്ത വ്യാപാരിക്കും അതുപോലെ മൊത്ത വ്യാപാരി ചെറുകിട വ്യാപാരിക്കുമാണ് അനുവദിക്കുന്നത്. ഇനി എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് അലൗഡ് ബൈ സെല്ലർ ടു ബയർ ഫ്രം ദി ലിസ്റ്റഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഫോർ മേക്കിംഗ് ബൾക്ക് പർച്ചേസ്. കൂടുതൽ പർച്ചേസ് നടത്തുന്നതിന് സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്ത വിലയിൽ നിന്നും വിൽപ്പനക്കാരൻ വാങ്ങുന്ന വ്യക്തിക്ക് അനുവദിക്കുന്ന കിഴിവാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇത് സാധനങ്ങളുടെ വിൽപ്പന സമയത്ത് അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ്. ഓക്കെ, കൂടുതൽ പർച്ചേസ് നടത്തുന്നതിന് സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്ത വിലയിൽ നിന്നും വിൽപ്പനക്കാരൻ വാങ്ങുന്ന വ്യക്തിക്ക് അനുവദിക്കുന്ന കിഴിവാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് 20% ഡിസ്കൗണ്ട് എന്നൊക്കെ കടയുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ ലിസ്റ്റ് ചെയ്ത വിലയിൽ നിന്നും 20% ഡിസ്കൗണ്ട് കിഴിവ് നമുക്ക് ലഭിക്കും. അങ്ങനെ കൂടുതൽ പർച്ചേസ് നടത്തുന്നതിന് സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്ത വിലയിൽ നിന്നും വിൽപ്പനക്കാരൻ വാങ്ങുന്ന ആൾക്ക് അനുവദിക്കുന്ന കിഴിവാണ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്തിനു വേണ്ടിയാണ് ട്രേഡ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നത്? കൂടുതൽ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതേസമയം ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഡക്ഷൻ അലൗഡ് ബൈ ദി ക്രെഡിറ്റർ ടു ഡെപ്റ്റർ ആസ് ആൻ ഇൻഡ്യൂസ്മെന്റ് ഫോർ മേക്കിംഗ് പ്രോംപ്റ്റ് പേയ്മെന്റ്. പെട്ടെന്നുള്ള പേയ്മെന്റ് നടത്തുന്നതിന് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ക്രെഡിറ്റർ, പണം ലഭിക്കാനുള്ള ആൾ, പണം തരാനുള്ള വ്യക്തിക്ക് അനുവദിക്കുന്ന ഒരു കിഴിവാണ് ട്രേഡ് ഡിസ്കൗണ്ട്. പെട്ടെന്നുള്ള പേയ്മെന്റിന് വേണ്ടി ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് അനുവദിക്കുന്ന ഒരു കിഴിവാണ് ക്യാഷ് ഡിസ്കൗണ്ട്. കടത്തിന് വിറ്റതിന് ശേഷം ഡെപ്റ്ററിൽ നിന്നും കിട്ടാനുള്ള തുക നേരത്തെയോ ഒരു നിശ്ചിത തീയതിക്കുള്ളിലോ അടയ്ക്കുന്നതിന് പ്രോത്സാഹനമായി അനുവദിക്കുന്ന കിഴിവാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇത് സാധാരണമായി അടയ്ക്കേണ്ട തുകയിൽ നിന്നും കുറച്ചു കൊടുക്കുകയാണ് പതിവ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ജ്വല്ലറി ഷോപ്പാണ് നടത്തുന്നതെന്ന് കണക്കാക്കുക. ഒരു വിവാഹ പാർട്ടിക്ക് നമ്മൾ 1,00,000 രൂപയുടെ സ്വർണം കടമായി വിറ്റു. നമ്മൾ അവർക്കൊരു ഓഫർ നൽകുകയാണ്. ഫസ്റ്റ് ഓഫർ, ഇഫ് ദി കസ്റ്റമർ പേസ് ക്യാഷ് വിത്തിൻ 15 days he will get a 10% discount. Second offer, if the customer pays cash within 1 month he will get a 5% discount. മൂന്നാമത്തെ ഓഫർ, if the customer pays cash after 1 month there is no discount. ഇങ്ങനെ 3 ഓഫർ വെച്ചാൽ, അതായത് 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹം പണം നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന് 10% ഡിസ്കൗണ്ട് കിട്ടും. 1 മാസത്തിനുള്ളിൽ അദ്ദേഹം പണം നൽകുകയാണെങ്കിൽ അയാൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടും. 1 മാസത്തിന് ശേഷമാണെങ്കിൽ അദ്ദേഹത്തിന് ഡിസ്കൗണ്ട് ലഭിക്കില്ല. സ്വാഭാവികമായും പെട്ടെന്ന് പേയ്മെന്റ് നടത്താനായിരിക്കും അദ്ദേഹം ഇഷ്ടപ്പെടുക ഈ ഡിസ്കൗണ്ട് ലഭിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഇത്തരം കേസുകളിൽ അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. പെട്ടെന്നുള്ള പേയ്മെന്റ് നടത്തുന്നതിന് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ക്രെഡിറ്റർ, പണം ലഭിക്കാനുള്ള വ്യക്തി, പണം തരാനുള്ള വ്യക്തിക്ക് അനുവദിക്കുന്ന ഒരു കിഴിവാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 1 ഡെപ്റ്റർ, 2 ക്രെഡിറ്റർ, 3 സ്റ്റോക്ക്, 4 ഡിസ്കൗണ്ട്. ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കാണണം. അതിനുശേഷം അത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം. തുടർന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, കൂടുതൽ അക്കൗണ്ടിങ് ടേംസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.